നമുക്ക് പോലുണ്ടല്ലേ വെള്ളം അടിച്ചു വരുന്നത്. ഈ വെളിച്ചില്ല. നിങ്ങൾ ഗൗരീശങ്കരം കാണാറുണ്ടോ? ഇനി എന്നും കാണണോ? ശരി, ബൈ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങള് ശംഖുമുഖത്ത് എന്തിനാ വന്നേന്നറിയോ? എന്തിനാ വന്നേ? സീ ഫുഡ് കഴിക്കാൻ. അതെ, ഇന്ന് സീ ഫുഡ് കഴിക്കാനാണ്. ശംഖുവിടെ ലൈറ്റ് ഇല്ലേ, വെളിച്ചില്ലേ? സീ ഫുഡ് ഉണ്ടോ നോക്കട്ടെ. മഴയത്തെല്ലാം പോയോ? അതെ, രാത്രി 9. ഊബർ തന്നെ കഷ്ടപ്പെട്ട് ഒന്നും കിട്ടില്ല. ഓട്ടോ പിടിച്ചിട്ടാണ് ഇവിടെ വന്നത്. നല്ല മഴയത്ത് വെള്ളപ്പൊക്കത്തിൽ സീ ഫുഡ് കഴിക്കാൻ. വെള്ളം കണ്ടപ്പോ ചേട്ടൻ പറഞ്ഞു ഇതിലെ കൂടെ പോകാൻ പറ്റില്ല, നിങ്ങൾ സ്റ്റെപ്പ് കയറി പൊക്കോന്ന്. തിരിച്ച് ഞങ്ങൾ നടന്നു പോവാം. തിരിച്ച് ഇവിടുന്ന് വീട് വരെ നടന്നു കൊണ്ടുവരും മിക്കവാറും. അപ്പൊ സീ ഫുഡിന്റെ അടുത്ത് പോട്ടെ. എന്താ അങ്ങോട്ട് പോയി നോക്കാം എന്താന്ന്. അപ്പൊ ഞങ്ങളിങ്ങനെ ആക്ച്വലി സീ ഫുഡ് നോക്കി നടക്കാട്ടോ. സീ ഫുഡ് എവിടെയാന്ന്. ഈ ചേട്ടന്റെ തലയിൽ സാധനം രസമുണ്ടല്ലേ. ഇതിനെന്താ പറയാറുണ്ട്? എന്താ ഇതിന് പറയാറുണ്ട്? ടിയാര. ഇവിടെ ഓൾഡ് കോഫി ഹൗസ്. എന്താ ഇത്? ഓൾഡ് കോഫി പോയിട്ടോ, ഹൗസ് മാത്രമുണ്ട്. അവിടെ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഞങ്ങൾ എന്തായാലും പോവും. ഇപ്രാവശ്യം ചിലപ്പോ സീ ഫുഡ് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. ഇവിടെ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. എന്ന് വെച്ച് എല്ലാരും ഇങ്ങോട്ട് വരരുത്. വീട്ടിൽ നിന്ന് വല്ല തെറയും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്ത വീഡിയോസിൽ ഏതെങ്കിലും കപ്പിൾസ് വിട്ടുപോയിട്ട് നിങ്ങളുടെ പാരന്റ്സ് വല്ലതും കണ്ടാ ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല. കണ്ടോ, ഞങ്ങള് ഓൾഡ് കഫേന്ന് മാറി ഇവിടെയാണ് ആക്ച്വലി കുറച്ചും കൂടി നല്ല സീ ഫുഡ് കിട്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കിത് വഴിയൊന്നും കാണാൻ തന്നെ ഇല്ല. എങ്ങനെയൊക്കെയോ ചെള്ളയോ ചെള്ളയൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതും വെറും സീ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം. ഇത്രയും സാഹസികമായി സീ ഫുഡ് കഴിക്കാൻ പോയ ഒരാളും ഉണ്ടാവില്ല. ഓക്കെ, ഞങ്ങൾ ഇവിടെ എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി നമ്മൾ ചൂസ് ചെയ്യണല്ലേ. അവര് വെയിറ്റ് നോക്കി അങ്ങനെ എടുത്തു തരും സംഭവം. അപ്പൊ അവര് ക്രാബ് ഞാൻ റോസ്റ്റ് ചെയ്തവരെ കഴിച്ചിട്ടുള്ളൂ, കറിയും കഴിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ക്രാബ് ഫ്രൈ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതെ, എനിക്ക് ക്രാബ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് അവരോട് എവിടെ എന്താ കിട്ടാൻ പോണെന്ന്. ഞങ്ങള് കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്നാമത് വിശന്നിട്ട് വയ്യ. ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞ എന്റെ ഷൂട്ട് വേഗം കഴിഞ്ഞു. എനിക്കെന്റെ ഷൂട്ട് ഉണ്ടായിരുന്നില്ല, ഇന്ന് വന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഷൂട്ട് വേഗം കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു തന്നവാ നമുക്ക്. ഞാനുണ്ട്, എനിക്കുണ്ട്. അതെ, ഞങ്ങൾക്ക് ഒരു നാണും അല്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് തിന്നാൻ വേണ്ടി മാത്രം 9:30 ഒരു വണ്ടി പോലും കിട്ടാണ്ട് അവസാനം കഴിച്ചു പോകുമ്പോ എത്ര സമയമാവുന്നു? ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഉണ്ടാക്കി എനിക്ക് തോന്നുന്നു ഓൾറെഡി അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചുമ്മാ കാണിക്കാനായിട്ട് ആ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നോർമലി ഇവിടെ ക്രാബ് റോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവരൊരു കൺഫ്യൂഷൻ, മഴ ആയതുകൊണ്ട് ഒരു കൺഫ്യൂഷനിൽ നിന്നതാ തുറക്കണോ വേണ്ടയോ. അതുകൊണ്ട് മാത്രമാണ്. കുറച്ച് ഫിഷേ ഉള്ളൂ, ഫിഷ് ഗ്രില്ലൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഗ്രില്ല് വേണ്ടാന്ന് പറഞ്ഞു. കുറച്ച് സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വന്നിട്ട് എന്താ നോക്കിയിട്ട് പിന്നെ ബാക്കി ഓർഡർ ചെയ്യാന്ന് അറിയില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറും. ബാക്കി ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ ഫുഡ് വന്നിട്ട് നമ്മൾ ബാക്കി വിശേഷം പറയാം. അതിനാ പറയാനുള്ളത്. ഒരു സീ ഫുഡ് നോക്കി വന്ന് ഞങ്ങൾ നമ്മൾ ഏത് കഫേല കേറാണ്ടിരുന്നേ?
കോഫി ഹൗസ്, ഓൾഡ് കോഫി ഹൗസ്. പക്ഷെ അയ്യോ, ഈ കടയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പേര് ഞാനും മറന്നുപോയി. എന്തോ ഒന്നു എങ്ങനെ ഉണ്ടാവും ഫുഡ്? എനിക്ക് ആക്ച്വലി സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ക്രാബ് ഫ്രൈനെ പറ്റിയാണ് എനിക്ക് ഞാനും അതിലാണ് ഡൗട്ട്. സൂം ചെയ്ത് നോക്കിയപ്പോൾ അവര് കഴിച്ച് തീരാറായി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഇരിക്കാം. ഭയങ്കര സെൽഫിഷ് ആണ് കേട്ടോ. അവിടെ ഇരിക്കുന്ന എന്നോട് പറയാം, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പോയിട്ട് വേണം നമുക്ക് അവിടെ പോയിരിക്കാൻ. എന്താന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് സീ വ്യൂ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ നമ്മൾ ഇരിക്കുമ്പോ കാണുന്നില്ല. അതാണ് ആതിരയുടെ വിഷമം. ആതിരയ്ക്ക് അവിടെ പോയിരിക്കണം. അപ്പൊ അവരെങ്ങനെയെങ്കിലും, ഇവിടെ ഒരാളുടെ ഫുഡ് ഓർഡർ വന്നിട്ടില്ല. അപ്പൊ ഞങ്ങക്ക് വെള്ളം കൊണ്ടു തന്നു. ദൈവമേ പറയുന്നു നോക്ക്, പാവങ്ങൾ അവിടെ ഇരിക്കുന്നവര് പോണെന്ന്. കഷ്ടമുണ്ട് കേട്ടോ. വെള്ളം കുടി. അതും ശരിയാട്ടോ. ഞങ്ങൾ അവിടെ അവിടുന്ന് ഈ മഴയത്ത് തിരിച്ചിങ്ങോട്ട് നടന്നു വന്നിട്ട് പോലും നമുക്ക് ഇവിടെ കഷ്ടപ്പെട്ട് റോഡ് ക്രോസ് ചെയ്ത് വന്നപ്പോഴേക്ക് ഇവിടെ കുറച്ച് ഫിഷ് ഉള്ളൂന്ന്. എന്താ പറയാ, അതെ. നമ്മളിതേ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവരെങ്ങനെ പോവാണെങ്കിൽ നമുക്ക് അവിടെ ചാടിക്കറി ഇരിക്കാൻ എന്നോട് ആദ്യം വന്നിട്ടുണ്ട്. പോവാണെങ്കിൽ ഒറ്റ ചാട്ടോന്ന്. അവര് പക്ഷെ പാവങ്ങള് ഫുഡ് പോലും വന്നിട്ടില്ല. ഞങ്ങൾ എങ്ങനെ പോവാനാ? ബുക്കാറോ ഇല്ല. ഈ കുട്ടിക്ക് പേടിയാവണം, തിരിച്ചു പോവാൻ വണ്ടി കിട്ടുമെന്ന്. വിശക്കുന്നു ഗൈസ്. അപ്പൊ ഈ അവിടുത്തെ വീഡിയോ മത്സരമാണ്. ആര് വീഡിയോ എടുക്കും. ഇവിടെ മിക്കവാറും അടുത്ത വ്ളോഗ് തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഉണ്ട്. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞണ്ട് ഫ്രൈ വന്നിരിക്കണം. ഞാൻ ഞണ്ട് ഫ്രൈ ഇതുവരെ കഴിച്ചിട്ടില്ല. അത് കഴിച്ചിട്ടുണ്ടോ? അതിന്റെ കൂടെ ഒരു കുറച്ച് മീൻകറിയും പൊറോട്ടയും വന്നിട്ടുണ്ട്. ഞണ്ട് ഫ്രൈ എങ്ങനെയുണ്ട്? അപ്പൊ അതിൽ ഗാർണിഷ് ചെയ്യാൻ പോയതല്ലേ? ഗാർണിഷ് ചെയ്തോ? നാരങ്ങ വെച്ച് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ പോയതാ. അത് പൊറോട്ടയോടും കഴിക്കാൻ വേണ്ടി. എന്താ അതവര് പറഞ്ഞല്ലോ, മീൻകറി ചാറ് തരുന്ന് നമ്മളോട്. ഇതാണ് ഞണ്ട് ഫ്രൈ. ഉദ്ഘാടനം ചെയ്യാണ് കേട്ടോ. കണ്ടിട്ട് ഭയങ്കര ലുക്കൊക്കെ ഉണ്ടല്ലേ? കണ്ടിട്ടൊരു ലുക്കൊക്കെ ഉണ്ട്. രണ്ടെണ്ണമാണ്, 2 ക്രാബാണ്. ഒന്നെടുത്തോ. ഞങ്ങക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് 2 പറഞ്ഞുള്ളൂ. അതിരത് കഴിച്ചു നോക്കാൻ പോവാണ് കേട്ടോ. എക്സ്പ്രഷൻ ഒക്കെ നോക്കിട്ട് എന്താ പറയുന്നു? എങ്ങനെയുണ്ട്? കൊള്ളാവോ? റോസ്റ്റ് ആണോ ഇതാണോ നല്ലത്? ഒരു ഭാവം ഇല്ലാത്തൊരു മുഖമാണ്. എന്ത് ഞണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്താ ചേച്ചി? ആ കടലെന്ത് ടേസ്റ്റ് തോന്നുന്നില്ലേ? ഫിഷ് കഴിക്കുന്നൊരു ടേസ്റ്റ്. അപ്പൊ റോസ്റ്റ് ആണ് നല്ലതെന്നാണ് പറയുന്നത്. ആതിരക്ക് ക്രാബ് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, മസാല ഇല്ലാന്നേ ഉള്ളൂ ഉള്ളില്. ഇത് കണ്ടോ, പുറത്ത് ഇത് ഫുൾ ഫ്രൈ ചെയ്ത് മസാല എരിവ് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഉള്ളില് പ്രോപ്പറായിട്ട് മസാല പിടിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് ഞണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുഴപ്പമില്ല, ഉള്ളില് മസാല തീരെ പിടിച്ചിട്ടില്ല. ആ ഒരു പ്രശ്നം ഉണ്ട്. റോസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഉള്ളിൽ നല്ല മസാല പിടിക്കില്ലേ? ഇതിനുള്ളിൽ മസാല കുറവാണ്. നന്നായി 2 മാത്രം പറഞ്ഞതല്ലേ? ക്രാബ് വന്നിട്ട് പറയാ ഒന്നും കൂടി കണ്ടത്. കുഴപ്പമില്ല, പക്ഷെ എനിക്ക് റോസ്റ്റാണ് ഇഷ്ടം. ഇത് ഫ്ലഷ് ഒക്കെ ഉണ്ട് കേട്ടോ ഉള്ളില്. ഇതന്നെ ഞാനും പറഞ്ഞത്. ഒരു നോർമലി ഉള്ളിലൊരു ഫ്ലേവർ കഴിഞ്ഞില്ല. ഇതിന് നന്നായിട്ട് ഞാനുണ്ടാക്കാം. എനിക്ക് ഞണ്ട് ഇഷ്ടായിട്ടോ. മീൻകറിയല്ല, അങ്ങനെ ഒരാള് മൊരിഞ്ഞ അപ്പം കാത്തിരുന്ന് ദോശ പോലത്തെ അപ്പം എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ, അപ്പൊ എന്തിന്റെ കൂടെ കഴിക്കും? മീൻകറി എങ്ങനെയുണ്ട്? സീ ഫുഡ് കഴിക്കാൻ വന്നിട്ട് മീൻകറി. ഞങ്ങളുടെ എന്താ പറയാ, മീന്റെ മുട്ടയും ഞണ്ട് ഇതുവരെ ഞണ്ട് തീർന്നിട്ടില്ല കേട്ടോ. ഞണ്ട് കഴിച്ചോണ്ടിരിക്കുക. എരിവാന്ന് പറഞ്ഞിട്ട് ചില്ലി ഫ്ലേക്സിന്റെ കൂടെ തിരിച്ചു കഴിക്കുന്നതേ.
കൊള്ളാവോ? എന്ത് കൊള്ളാന്ന്? മസാല കൊള്ളാം. ആണോ? പൊറോട്ട എങ്ങനെയുണ്ടെന്ന് നോക്കിയ പൊറോട്ട മാത്രം കഴിച്ചു നോക്ക്. എനിക്കത് ഗോതമ്പ് വെച്ചത് പോലെ തോന്നിട്ടുണ്ട്. അല്ലേ? ദൈവമേ, അബദ്ധായി പോയല്ലോ. പക്ഷെ ഞണ്ട് വളരെ കഷ്ടപ്പെട്ട് കടിച്ചു മുറിച്ച് രണ്ടുപേരും തിന്നിട്ടുണ്ട് കേട്ടോ. ഇവക്കിത് ഭയങ്കര എരിവാന്ന് പറഞ്ഞിട്ട് ഇവിടെ പൊറോട്ട ഹപ്പ എടുത്തിട്ട് ഇതിന്റെ കൂടെ തന്നെ തിന്നാണ്. ലൈം വാട്ടർ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പൊ തൽക്കാലത്തേക്ക്. ഞണ്ടായിരുന്നില്ലേ ബെറ്റർ? പൊറോട്ടയെക്കാളും ഞണ്ട് ബെറ്റർ അല്ലേ? ദോശ നല്ലായിരുന്നു. ദോശ അപ്പം നല്ലായിരുന്നു അല്ലേ? ദോശ പോലത്തെ അപ്പം നല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ അടുത്ത ഡിഷ് ഇതേ എന്തുവാണ്? ചെമ്മീൻ. ആതിരയ്ക്ക് ഫുള്ള് പ്രതീക്ഷ ചെമ്മീനിലാണേ. എന്റെ ചെമ്മീൻ കാണിച്ചത് എന്തോ പറഞ്ഞല്ലോ? എന്തായിരുന്നു? കഴിഞ്ഞിട്ട് നാളെ ഷൂട്ടിനൊന്നും പറ്റാ. ശരിയാ, നാളെ ഷൂട്ടിൽ പോണോ ഞങ്ങക്ക്? ദൈവത്തിനറിയാട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട് ഗൗരി? കൊള്ളാം. ചില്ലി ഫ്ലേക്സ് ഭയങ്കര മസാലയുടെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല, എരി മാത്രമേ അറിയുന്നുള്ളൂ. എന്റെ അമ്മ ഇതിനേക്കാൾ നന്നായിട്ട് മീനിന്റെ കൂട്ടുണ്ട്. ഇതന്നെയല്ലേ ഞാനും പറഞ്ഞത്. കുഴപ്പമില്ല, വലിയ എടുത്തു പറയാൻ വേണ്ടി ഒന്നുമില്ല. എടുത്തു പറയാനൊന്നുമില്ല, കഴിക്കാം. പക്ഷെ ഞാൻ റെസ്റ്റോറന്റ് റിവ്യൂ നോക്കിയപ്പോൾ 5.1 ആണ് കണ്ടത്. എനിക്ക് തോന്നുന്നു റേറ്റ്സ് ഒക്കെ ഭയങ്കര അഫോർഡബിൾ ആണ്, അതുകൊണ്ടാണ് ഇത്ര റേറ്റിംഗ് എന്ന് തോന്നുന്നു. കുഴപ്പമില്ല, കഴിക്കാം. എരി മാത്രമേ ഉള്ളൂ. തോടുകൂടി എനിക്ക് പേടിയാവും. മസാലയൊക്കെ പരത്തിയിട്ടുണ്ട്. ഇല്ല, ഉണ്ട്, സംഭവം ഉണ്ട്. നോക്ക്, ഇതിന്റെ ഔട്ടർ കവറാ, ഉള്ളിലുണ്ട് സംഭവം, അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഉള്ളിൽ മസാല അത്ര രണ്ട് കൈ വെച്ച് കഴിക്കുന്നുണ്ടെന്ന് പറയുന്നത്. നല്ല ചൂടാണ്, രണ്ട് കൈ വെച്ച് കഴിക്കാനേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് ഞാൻ അതിനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. പ്ലെയിൻ ടേസ്റ്റ് എല്ലാം ഭയങ്കര പ്ലെയിൻ ആണ് മനസ്സിലാവുന്നത്. മീനിന്റെ മുട്ട ഒഴിച്ച് ബാക്കിയൊക്കെ പ്ലെയിൻ ആണ് മനസ്സിലാവുന്നത്. ഇതിന് മസാല വെച്ചിട്ടില്ല. ഈ ഔട്ടർ കവറിംഗിലാണ് അവർ കൂടുതൽ മസാല ഇടുന്നത്. ബാക്കി കണ്ടോ, ഇതിന്റെ മുകളിലൊക്കെ മസാല ഉള്ളത്, ബാക്കി ഉള്ളിൽ ഫുൾ പ്ലെയിൻ. അതിന്റെ സ്ലൈറ്റ് ആയിട്ടൊരു ടേസ്റ്റ് മസാല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. പക്ഷെ പ്രോൺസ് ആക്ച്വലി തൊലിയുടെ കൂടെ കഴിച്ചപ്പോ ഇല്ലേ, മീൻസ് സ്കിന്നിലായിരുന്നല്ലോ ഫുള്ള് മസാല അല്ലേ? തൊലിയുടെ കൂടെ കഴിച്ചപ്പോ ഇത് ബെറ്റർ ആയിരുന്നു. പക്ഷെ ബാക്കിയൊക്കെ പിന്നെ പറയണ്ടല്ലോ. പിന്നെ മീനിന്റെ മുട്ടയും കുഴപ്പമില്ല. ഞങ്ങളുടെ ഫോൺ ഓഫായി കിടക്കായിരുന്നു. അതായത് പെട്ടെന്ന് ഓൺ ആയതിന്റെ സന്തോഷത്തിലാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഇറങ്ങാൻ നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും മാതിരിക്ക് പെട്ടെന്ന് ഒരു ലൈൻ കുടിക്കേണ്ട ആഗ്രഹം. അപ്പൊ എന്റെ ചാനൽ ഇടയ്ക്ക് എന്റെ വീഡിയോ കട്ടായി പോയി. അമ്മയുടെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരമായിട്ട് എവിടെയാന്ന് ചോദിക്കാൻ വേണ്ടിട്ട്, മഴയൊക്കെ അല്ല. അപ്പൊ അമ്മ ടെൻഷൻ അടിച്ച് ഫോൺ ചെയ്തതാ. കാത്തിരുന്ന കട്ടൻ ചായ, പെട്ടെന്ന് പായൊക്കെ പറയുമ്പോ കട്ടൻ ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ കട്ടൻ ചായ എത്തിയിട്ടുണ്ട്. പിന്നെന്താ പറയാ, എങ്ങനെയുണ്ട് കട്ടൻ ചായ? അത് പക്ഷെ അപ്പുറത്തെ കടയിലെ കട്ടൻ ചായയാണ്. അപ്പൊ ഞങ്ങൾ ഈ കട്ടൻ ചായ കുടിച്ച് ചൂട് കട്ടൻ ചായ, നല്ല തണുത്ത കാറ്റുണ്ട് ഇപ്പൊ. അപ്പൊ എന്തായാലും കട്ടൻ ചായ കുടിച്ച് ഞങ്ങള് വീട്ടിൽ പോട്ടെ. ബൈ, ഗുഡ് നൈറ്റ്. രാത്രി മഴ, ബീച്ച്, വേറെ എന്തെങ്കിലും ഞാൻ ആതിര. അപ്പൊ എല്ലാവർക്കും എന്റെ വേറൊരു വീഡിയോ അപ്ലോഡ് ആവുന്നേക്കും വരെ